ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് ഇന്നത്തെ റിച്ച് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ പൂവറും ഇന്നത്തെ പൂവർ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ റിച്ച് ആവാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം ഇനി ഭാവിയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ടെക്നോളജി ഉപയോഗിക്കുന്നവരും ടെക്നോളജി ഉപയോഗിക്കാത്തവരും. ടെക്നോളജി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ടെക്നോളജിയിലേക്ക് വരാൻ തയ്യാറാകുന്നവർ ഭയങ്കര ലെവലിലേക്ക് വളരുകയും ടെക്നോളജി ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കുന്ന വിമുഖത കാണിക്കുന്ന ആൾക്കാർ വളരെ പുറകിലേക്കും പോകാനുള്ളൊരു സാധ്യതയാണ് ഇനിയുള്ള കാലത്ത് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ടെക്നോളജിയെല്ലാം വന്ന് പുതിയ ഒത്തിരി കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ വന്നതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പല ആൾക്കാരും, സാധാരണ ആൾക്കാർ പലരും അത് അറിയുന്നില്ല, അറിഞ്ഞാലല്ലേ ഗവനിക്കുന്നില്ല, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതിനോടൊക്കെ ഒരു വിമുഖത കാണിച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയും വേറൊന്നും ചെയ്യാൻ എനിക്ക് കേൾക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാർ നമുക്കറിയാം. മറ്റ് പുതിയ കാര്യങ്ങളോ ചേഞ്ചസോ ഒക്കെ എന്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ കുറേ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും ഉടനെ വരികയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ വന്ന സമയത്തുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഗ്രാജുവലി നമ്മൾ അതിൻ്റെ കസ്റ്റമർ ആകുകയും ചെയ്യും. വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം ലോകത്ത് മുഴുവൻ നടക്കുന്ന മാറ്റം ഇവിടെയും നടക്കും. അത് തീർച്ചയായിട്ടും നാളെ നമ്മളതിൻ്റെ കസ്റ്റമർ ആവും. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന അത് മനസ്സിലാക്കുന്ന ആൾക്കാർ, അതിൽ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാർ ഭയങ്കര ലെവലിലേക്ക് വളരും. അതിൻ്റെ ത്രെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ വിമുഖത കാരണം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ ഗ്രാജുവലി അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുകയില്ല താനും. അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മുഴുവൻ നമ്മളിൽ വരികയും ചെയ്യും.